ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് എരിവുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, വെള്ളം കൂടി പോകരുത്. ഇപ്പോൾ ഇതാ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് വാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിലേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഒക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ ഒന്ന് പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത്ര തന്നെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ പോർഷനൊന്നും ആക്കിയിട്ടില്ല കേട്ടോ, ഇത് മുഴുവനായിട്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ മാവ് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് കുറച്ച് വലുപ്പത്തിൽ അങ്ങ് പരത്തി എടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ, കുറച്ചൊരു തിക്കിൽ പരത്തിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ മാവ് ഇവിടെ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 പീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 7 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയുടെ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസിലും മസാലയുടെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ കാടമുട്ട വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് ഓരോ കിഴിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതാ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗവും ഒരുപോലെ കളറായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് കോരിയെടുക്കാം.
അപ്പോൾ അത് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള എഗ്ഗ് കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്